മാഷെ കാസർഗോഡ് നിന്ന് ഒരു വാർത്ത 2-3 ദിവസം മുമ്പേ വന്നതാണ്. അന്നൊന്നും മാഷ് ഇവിടെ ഇല്ലായിരുന്നു. ഇത് മാഷുമായിട്ട് സംസാരിക്കണമെന്ന് വിചാരിച്ച് അന്നേ മാറ്റി വെച്ചതാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. അതായത് ഈ നബിദിന റാലിക്കിടെ ഒരു ക്ഷേത്രത്തിന്റെ കവാടത്തിന് മുന്നിൽ നിന്ന് ഈ കുട്ടികൾ സല്യൂട്ട് ചെയ്യുന്ന ഒരു ദൃശ്യം, അത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാണ്. പക്ഷെ അതിൻ്റെ താഴെ കുറേ കമൻറ്റ്, മോശപ്പെട്ട ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അതായത് പിന്നെ ഇതൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതൊക്കെ ഈ സുഡാപ്പികളുടെ പുതിയ അടവും തന്ത്രവുമാണ്, മദ്രസയിൽ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും ഈ കുട്ടികൾക്കെതിരെ നടക്കുന്നുണ്ട്. നല്ലത് പറയുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഇതാണ് പ്രചരിപ്പിക്കേണ്ടത്. പിന്നെ ഏത് ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയില്ല. അങ്ങനെ കുറേ കൊതുകുകൾ എല്ലാ സമൂഹത്തിലും ഉണ്ടാവും. അവരാണ് ഈ നാട് നശിപ്പിക്കുന്നത്. അത് എല്ലാ സമുദായത്തിലും ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട അപകടമാണ്. സത്യത്തിൽ ഈ വാർത്ത, ഇക്കൊല്ലത്തെ നബിദിനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നബിദിനം എന്നായിരുന്നു? ഓണത്തിന്. തിരുവോണവും നബിദിനവും ഒന്നിച്ചു വന്ന അപൂർവമായ ഒരു ദിവസമായിരുന്നു അത്. വിശ്വാസികൾക്ക് ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ നബിദിനവും തിരുവോണവും ഒന്നിച്ചു വന്നു. പിന്നെ ഞങ്ങൾ അധ്യാപകർക്ക് അധ്യാപക ദിനമായിരുന്നു അന്ന്, സെപ്റ്റംബർ 5 അപ്പം ഞങ്ങൾ ഇക്കൊല്ലം സത്യം പറഞ്ഞാൽ എനിക്ക് 3 സന്തോഷങ്ങൾ ഒരുമിച്ച് വന്ന ഒരു ദിവസമാണ്. ഓണവും ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അത് ഒരു അന്യൻ്റെ ഒരു ആഘോഷമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലെ കൂടി ഒരു ആഘോഷം തന്നെയാണ്. നബിദിനം തീർച്ചയായിട്ടും വിശ്വാസപരമായി തന്നെ നമുക്ക് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അധ്യാപക ദിനമാണെങ്കിൽ എനിക്ക് അന്നം തന്ന ഒരു ജോലിയുടെ പേര് അതാണ്. മാത്രമല്ല നമ്മളൊരു സേവനം എത്രയോ തലമുറകളോട് സംബന്ധിച്ചൊരു രീതിയാണ്. അപ്പോൾ ഇത് 3 കൂടി ചേർന്ന് വന്ന പോലെയാണ് ഇക്കൊല്ലം. ഇപ്പോൾ കാസർഗോഡ് നിന്ന് വന്ന വാർത്തയേക്കാൾ എനിക്ക് തോന്നിയത് നമുക്കിതിനൊന്നും നേരമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇമാതിരി കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയില്ലേ? നമ്മൾ ഈ എന്താ പറയുക, അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരെയും, എല്ലാ സംസ്കാരങ്ങളെയും, വൈവിധ്യങ്ങളായ വിശ്വാസങ്ങളെയും ഒക്കെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് പോകുന്നതിനാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ ഈ സാരേ ജഹാംസെ അച്ഛ എന്ന് പറയുക. ഒരു പൂന്തോട്ടത്തിൽ എല്ലാ പൂക്കളും വിടരുമ്പോഴാണല്ലോ ഏതെങ്കിലും ഒരു വർണ്ണത്തിലുള്ള പൂക്കൾ ഇല്ലാതാകുമ്പോൾ ആ പൂന്തോട്ടം മങ്ങിപ്പോവുക ചെയ്യുക. അങ്ങനെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ, കോട്ടിക്കുളത്ത്, കാസർഗോട്ടെ കോട്ടിക്കുളത്ത് നടന്ന ഒരു നബിദിന ഘോഷയാത്ര. നബിദിന ഘോഷയാത്ര ധന്യ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും? കാണാൻ അവസരം കുറവാണല്ലേ? ഘോഷയാത്രയിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ പലതരം പരേഡുകൾ ഉണ്ടാവും. നമ്മുടെ കുട്ടികളില്ലേ ഈ സ്കൗട്ട് ഗൈഡ്സിൻ്റെയൊക്കെ, അതുപോലെ നബിദിനത്തിന് പ്രത്യേക യൂണിഫോം ഇട്ട ഒരേ യൂണിഫോം ഇട്ട കുട്ടികൾ ഇങ്ങനെ മാർച്ച് ചെയ്യും. മാർച്ച് പാസ്റ്റ് പോലെ കുട്ടികളെ ഒരേ താളത്തിൽ ലെഫ്റ്റ് റൈറ്റ് പറയും പോലെ ഒരു മാർച്ചിങ് സോങ്ങിനൊപ്പിച്ച്, സോങ് പലപ്പോഴും ഭക്തിഗാനാവാം, നബിയുടെ കീർത്തനമാവാം, എന്നാലും മനോഹരമായ താളത്തിൽ, മാപ്പിളപ്പാട്ടിൻ്റെ താളമാകാം, താളത്തിൽ ഇങ്ങനെ മാർച്ച് ചെയ്ത് പോകും. നല്ല ഭംഗിയാണ്, നല്ല യൂണിഫോം. മാത്രമല്ല അവർക്ക് വഴിനീളെ എല്ലാവരും മിഠായി കൊടുക്കും, സമ്മാനങ്ങൾ കൊടുക്കും, മധുരപലഹാരങ്ങൾ കൊടുക്കും, മീൻസ് മധുരപാനീയങ്ങൾ കൊടുക്കും, നല്ല തണുത്ത വെള്ളം കൊടുക്കും. പലപ്പോഴും വെയിലത്തൊക്കെയാണല്ലോ നടക്കുക. അപ്പോൾ ഇതൊരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ അതിൽ അങ്ങനെ യൂണിഫോം ഇട്ടവരുണ്ടാവും. പിന്നെ പലതരത്തിലുള്ള കലാപരിപാടികളുണ്ടാവും. ദഫ് മുട്ട്, അറവന മുട്ട്, കോൽക്കളി തരത്തിലുള്ള അങ്ങനെയുള്ള പലതരം കളികളുണ്ടാവും. ഘോഷയാത്ര തന്നെ സാധാരണ ഒരു സാംസ്കാരിക ഘോഷയാത്ര പോലെ യാത്രകളാണ്. അതിനകത്ത് അറബിയിലും മലയാളത്തിലൊക്കെയുള്ള കീർത്തനങ്ങൾ പാടുന്നവരുണ്ടാവും. താളത്തിൽ മൗലിദ് എന്ന് പറയും നമ്മൾ, നബി കീർത്തനങ്ങൾ അത് പാടുന്നവർ. അപ്പോൾ അത് മനോഹരമായ കാഴ്ചയാണ്. പക്ഷേ നമുക്ക് എന്ത് വേണം? അതും എൻ്റെ നാടാണ്, എൻ്റെ അയൽപക്കത്തുള്ളതും എൻ്റെ നാടിൻ്റെ സംസ്കാരമാണ് എന്ന് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാവണം. അത് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ ഈ കോട്ടിക്കുളത്ത് എന്താ നടന്നു വെച്ചാൽ, കോട്ടിക്കുളത്തെ ഒരു മദ്രസ നബിദിനത്തിന് ഘോഷയാത്ര നടന്നു പതിവ് പോലെ. അപ്പോൾ നൂറുൽ ഹുദ മദ്രസ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നൂർ എന്ന് പറഞ്ഞ പ്രകാശം, ഹുദ എന്ന് പറഞ്ഞ സന്മാർഗം. എന്ന് വെച്ചാൽ സന്മാർഗത്തിൻ്റെ വെളിച്ചമാണിത്. എന്ന് പറഞ്ഞാൽ ഏത്? അതാണ് അവർ കാണിച്ചത്. സന്മാർഗത്തിൻ്റെ വെളിച്ചം എന്താണ്? ഓരോ ഇന്ത്യക്കാരനും, ഓരോ ഇന്ത്യൻ പൗരനും നേരായ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള വെളിച്ചമാണ് ഞങ്ങൾ കാണിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ആ മദ്രസയുടെ പേരാണ് ഞാൻ പറയുന്നത്. പക്ഷേ മദ്രസയിൽ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠങ്ങൾ, ഇത്തരം പാഠങ്ങൾ എല്ലാ മദ്രസകൾ, ഞാൻ ആദ്യം ഇത് മാതൃകയാണെന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ മദ്രസകൾക്കും ഇത് പാഠമാവണം. ഇതൊരു വലിയ സന്മാർഗത്തിൻ്റെ വെളിച്ചമാണ്. എന്താ സന്മാർഗത്തിൻ്റെ വെളിച്ചം? ഇന്ത്യൻ പൗരന് എൻ്റെ വിശ്വാസം പോലെ, എനിക്ക് എൻ്റെ വിശ്വാസം, ഞാൻ പരമ്പരാഗതമായി ശീലിച്ച വിശ്വാസം എന്തുമാത്രം പവിത്രമാണോ, എൻ്റെ ദേവാലയം എനിക്ക് എന്തുമാത്രം വിശുദ്ധമാണോ, അത്ര തന്നെ വിശുദ്ധമാണ് എനിക്ക് ധന്യയുടെ വിശ്വാസം. നിൻ്റെ ദേവാലയം, നിൻ്റെ ദേവാലയത്തിലെ പ്രസാദം,
എനിക്ക് എൻ്റെ വിശ്വാസം പോലെ പ്രിയപ്പെട്ടതാണ്. അപ്പോഴാണ് ഞാൻ ഇന്ത്യക്കാരനാവുന്നത്, അപ്പോഴാണ് ഞാൻ യഥാർത്ഥ വിശ്വാസിയാവുന്നത്. അതാണ് ഇതിൻ്റെ പാഠം. ഇവരെന്താ ചെയ്തത്? ഈ കോട്ടിക്കുളത്തെ നൂറുൽ ഹുദ മദ്രസയിൽ ഈ മാർച്ചിങ് പാസ്റ്റ് നബിദിനത്തിൻ്റെ പാട്ടൊക്കെ പാടി മാർച്ച് ചെയ്തിങ്ങനെ പോകുമ്പോൾ കൃത്യമായി ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് മുമ്പിലെത്തുമ്പോൾ ഈ കുട്ടികൾ പട്ടാളക്കാർ മാർച്ച് ചെയ്യുമ്പോണ്ടല്ലോ, നമുക്ക് ചീഫ് ഗസ്റ്റ് വരുമ്പോൾ പ്രധാനമന്ത്രി അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ ടേൺ റൈറ്റ് എന്ന് പറയും, വലത്തോട്ട് തിരിയൂ. വലത്തോട്ട് തിരിയുമ്പോൾ ആരാ ഉണ്ടാവും അവിടെ? എല്ലാ പട്ടാളക്കാരും വലത്തോട്ട് തിരിയും. ആരാ ഉണ്ടാവുക? പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും. സല്യൂട്ട് എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് സല്യൂട്ട് ചെയ്യും. ഈ ക്ഷേത്രത്തിന്റെ മുമ്പിലൂടെ അതാണ് നമ്മളെ പട്ടാളത്തിന്റെ ചിട്ട. അതിനെ മാതൃകയാക്കിക്കൊണ്ട് ഇവർ പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ മുമ്പിലെത്തുമ്പോൾ ഈ നബിദിന യാത്ര നാഷണൽ ഹൈവേയിൽ, സ്റ്റേറ്റ് ഹൈവേയിൽ നടക്കുന്ന ഹൈവേയിൽ നടക്കുന്ന ജാഥയാണ്. പക്ഷേ അമ്പലത്തിന്റെ മുമ്പിലെത്തുമ്പോൾ ടേൺ റൈറ്റ് എന്ന് പറഞ്ഞാൽ വലതുഭാഗത്ത് അമ്പലമുണ്ട്. ഹാൾട്ട്, അമ്പലത്തിന് മുമ്പിൽ ഒരു നിമിഷം നേരം നിൽക്കും. സല്യൂട്ട്, അമ്പലത്തിന് സല്യൂട്ട് ചെയ്തിട്ട് പോകുന്നു. അത് വലിയൊരു മാതൃകയായിട്ട് അവിടെ ഷിൻഷിത്ത് എന്നോ എന്തോ പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ ഇതിൻ്റെ വീഡിയോ എടുത്ത് ഇട്ടു, വൈറലായി. അതാണ് ഇപ്പോഴത്തെ വാർത്ത. എന്ന് വെച്ചാൽ ഒരു മദ്രസ വിദ്യാർത്ഥികൾ നടത്തിയ നബിദിന റാലി, ആ റാലി ആദരപൂർവ്വം ഒരു ഹിന്ദു ദേവാലയത്തെ ആദരിച്ചു എന്നാണ് വാർത്ത. ഇതിനെക്കുറിച്ച് നമ്മളൊക്കെ ചൂളിപ്പോകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ആ മദ്രസയുടെ നൂറുൽ ഹുദ മദ്രസയുടെ സെക്രട്ടറി ബഷീർ, TH ബഷീറിനോട് ഞാൻ മറ്റു പത്രങ്ങൾ കാണി, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലേഖകൻ ചോദിച്ചു, ഇങ്ങനെ ഒന്ന് വൈറലായിരുന്നു. അപ്പോൾ ഇയാൾ ചോദിച്ച ചോദ്യം എന്താ അറിയോ? മക്കളെ, നിങ്ങളൊക്കെ എവിടെയായിരുന്നു? 10 കൊല്ലെങ്കിലും ആയിട്ട് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട്. 10 കൊല്ലേ. നമുക്ക് എന്തായിരുന്നു പണി? നമുക്കപ്പോൾ പരസ്പരം വെറുപ്പുണ്ടാക്കുക, മറ്റവനെ എങ്ങനെ വെറുക്കാം, ഇങ്ങോട്ടെങ്ങനെ വെറുക്കാം, നാട്ടിൽ എന്തെങ്കിലും അക്രമം കാണിച്ച് 4 ബോംബ് പൊട്ടിക്കാം, 4 പടക്കം പൊട്ടിക്കാം. ഇതാണല്ലോ നമ്മൾ ആലോചിച്ചത്. നമ്മൾ പാർലമെൻറ്റിൽ ബോംബ് വെക്കാൻ പറ്റുമോ? ഇതായിരുന്നു നമ്മുടെ നേരം. അപ്പോൾ ഇയാൾ ചോദിക്കുക, TH ബഷീർ, എവിടെയായിരുന്നു മക്കളെ നിങ്ങളൊക്കെ? 10 കൊല്ലമായി. എനിക്ക് അയാൾ പറയുന്നത് ഞാൻ 10 കൊല്ലമായിട്ട് അതിൻ്റെ സെക്രട്ടറിയാണ്. 10 കൊല്ലെങ്കിലും ആയിട്ട് ഇത് എല്ലാ കൊല്ലം നടക്കുന്നുണ്ട് ആ ക്ഷേത്രത്തെ ആദരിക്കുക. എന്താ അതിൻ്റെ പാഠം? നൂറുൽ ഹുദ. ഇതാണ് ഇന്ത്യയിലെ സന്മാർഗത്തിൻ്റെ പാത. എന്താണത്? ആദ്യം മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠം. മദ്രസയിലെ കുട്ടികളാണെന്ന് ഓർക്കണം. നമ്മൾ വിചാരിക്കുന്നത് പലപ്പോഴും ഇതിന് വിരുദ്ധമായ പാഠങ്ങൾ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ആദ്യത്തെ പാഠം എന്താ? 1-ാം ദിവസത്തെ പാഠം. ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഇന്ത്യയെപ്പോലൊരു നാട്ടിൽ എങ്ങനെ ജീവിക്കണം, സഹോദര സമുദായത്തെ എങ്ങനെ ബഹുമാനിക്കണം, എൻ്റെ വിശ്വാസം പോലെ സഹോദര സമുദായത്തിൻ്റെ വിശ്വാസത്തെയും ബഹുമാനിക്കണം. എനിക്ക് എൻ്റെ ദൈവം എന്തുമാത്രം വിശുദ്ധനാണോ അത്ര തന്നെ പവിത്രമല്ലേ സഹോദരൻ്റെ വിശ്വാസവും. എൻ്റെ ദേവാലയത്തെ എങ്ങോട്ടാണ് അവർ പോണത്? നൂറുൽ ഹുദ മദ്രസയിലേക്കാണ് പോണത്. അതിൻ്റെ അടുത്ത് പള്ളി ഉണ്ടാവും, അവിടെ പോയി നിസ്കരിക്കാൻ അവർ പോണത്. പോകുമ്പോൾ അമ്പലത്തിന്, ക്ഷേത്രത്തിന്, ദേവീ ക്ഷേത്രത്തിന് സല്യൂട്ട് കൊടുത്തു പോവുക. സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആധുനിക സമൂഹത്തിലെ ആദരവിൻ്റെ പ്രയോഗമാണ്, അറിയാലോ. ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരാളെ ആദരിക്കുന്നതിന് തുല്യമാണ്. ഒരു സൽക്കർമ്മം കണ്ടാൽ ബഹുമാനിക്കണം. അതാണ് അതിൻ്റെ പാഠം. ആ പാഠം ചെറിയ പാഠമാണോ? ആ പാഠം 10 കൊല്ലമായിട്ട് ചെയ്യുന്നത് ഇന്ന് വരെ ഞാനും നീ കണ്ടിട്ടില്ലല്ലോ. ഇന്ന് വരെ കാസർഗോട്ടെ ഒറ്റ മാപ്രക്കും ഇത് വാർത്തയാണെന്ന് തോന്നിയോ? തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യർ തമ്മിൽ എവിടെയെങ്കിലും തല്ലുന്നുണ്ടോ, കൊല്ലുന്നുണ്ടോ, ചീത്ത വിളിക്കുന്നുണ്ടോ, തെറി പറയുന്നുണ്ടോ, വെറുക്കുന്നുണ്ടോ, വെറുപ്പിക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ വാർത്ത. അപ്പോൾ ഈ മദ്രസ കമ്മിറ്റിയുടെ സെക്രട്ടറി ചോദിച്ചൊരു ചോദ്യം, നമുക്കൊക്കെയുള്ള അടിയാ, നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഇതുവരെ എന്നാ? ഇതെന്നും നടക്കുന്നതാണ്. ഇതാണ് ഇന്ത്യ, ഇതാണ് പ്രത്യേകിച്ച് കേരളം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പാഠം ബഹുസ്വരതയാണ്, നാനാത്വത്തിലെ ഏകത്വമാണ്. എല്ലാവരും, പ്രത്യേകിച്ച് കാസർഗോഡിനൊരു പ്രത്യേകത കൂടിയുണ്ട്. സപ്തഭാഷാ ഭൂമി എന്നാണ് പറയുക കാസർഗോഡിനെ കുറിച്ച്. 7 ഭാഷകൾ സംസാരിക്കാൻ ഓരോ വീട്ടിലെയും ഓരോ നിരക്ഷരനായ മനുഷ്യനും അറിയാവുന്ന നാടാണ് കാസർഗോഡ്. 7 ഭാഷ എന്ന് പറയും അവർ. തീർച്ചയായിട്ടും അവർക്ക് മലയാളം അറിയും, തൊട്ടപ്പുറത്ത് കന്നഡയാണ്, കന്നഡ അറിയും, തുളു അറിയും, അവർക്ക് ഉറുദു നന്നായിട്ട് അറിയാം കർണാടകയിലെ. ഇങ്ങനെ 5, 6, 7 എനിക്ക് തോന്നുന്നത് അവരുടെ ലിപി ഇല്ലാത്തൊരു ഭാഷയുണ്ട്. അതിനെക്കുറിച്ച് മലയാളത്തിലൊരു സിനിമയുണ്ട്, ബ്യാരി എന്ന് പറഞ്ഞിട്ട്. നീ കണ്ടിട്ടുണ്ടോ അറിയാം? ബ്യാരി. ആ സിനിമ കണ്ടില്ലേ? ലിപി ഇല്ലാത്തൊരു ഭാഷയാണ്. പലപ്പോഴും നമ്മൾ ഈ കാസർഗോഡൻ ഭാഷയായിട്ട് കേൾക്കുന്ന പലതും ഇതാണ്. അപ്പോൾ അങ്ങനെ സപ്തഭാഷാ ഭൂമിയിൽ, സംസ്കാരത്തിൻ്റെ ഒരു സംഗമ ഭൂമിയിൽ അതിമനോഹരമായ ഒരു ഇന്ത്യൻ മാതൃക നിർമ്മിച്ച് കണ്ടു എന്നുള്ളതാണ് ഇതിൻ്റെ സന്തോഷം. ഇത് എല്ലാവർക്കും പാഠമാകണം. ആദ്യം മദ്രസയിൽ അറിഞ്ഞോ അറിയാതെയോ അന്യ സമുദായത്തെക്കുറിച്ചുള്ള വിദ്വേഷം പഠിപ്പിക്കുന്ന മദ്രസകളുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ഇത് പാഠമാകണം. രണ്ടാമത്, ഈ മാതൃക എല്ലാവർക്കും ആകാവുന്നതാണ്. ഞാൻ എൻ്റെ നാട്ടിൽ കാണിക്കാറുണ്ട് പലപ്പോഴും. ഞാൻ ഈ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് എൻ്റെ നാട്ടിൽ മദ്രസ കമ്മിറ്റികളോട് പറയാറുണ്ട്, നിങ്ങളൊരു നാരങ്ങ വെള്ളം കൊടുക്കണം. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് ഇത് വരാൻ പോകുന്നേ ഉള്ളൂ, എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. അതുപോലെ നബിദിന ഘോഷയാത്രയ്ക്ക് ഞങ്ങളുടെ അമ്പല കമ്മിറ്റി ചെയ്യാറുണ്ട്. അവർക്ക് ഒരു മിഠായി കൊടുക്കൂ, എന്തെങ്കിലും ഒന്ന്. ഇതൊക്കെ കൊടുക്കുന്നത് ഒരു വലിയ സന്ദേശമല്ലേ?
ഒരു മിഠായി അല്ലല്ലോ കൊടുക്കുന്നത്, ഒരു സ്നേഹമല്ലേ കൊടുക്കുന്നത്. അതെ. അപ്പോൾ ആ പാഠം പഠിക്കാൻ എല്ലാവർക്കും മാതൃകയാവണം. ഇത് ഇന്ത്യക്കാർക്ക് പാഠമാണ്, ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പാഠമാണ്. ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, ഇത്തരം മുസ്ലിങ്ങളെ തിരിച്ചറിയാതെ ആ കമ്മ്യൂണിറ്റിയിലെ ഏതെങ്കിലും ഭീകരന്മാരായ ഏതെങ്കിലും ഒരുത്തനെയോ രണ്ടാളെയോ ഒറ്റപ്പെട്ടൊരു സംഭവത്തെ നോക്കിയിട്ട് ഇതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മൊത്തം സ്വഭാവം എന്ന് ധരിക്കുന്നവർക്കും പാഠമാണ്, എല്ലാവർക്കുമുള്ള പാഠമാണ്. ഈ ദേശീയ പാഠം നമ്മൾ മലയാളികളോടും പ്രേക്ഷകരോടും പങ്കുവെക്കുമ്പോൾ കാസർകോട്ടെ കോട്ടിക്കുളത്തെ നൂറുൽ ഹുദ മദ്രസയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും ഒരു ബിഗ് സല്യൂട്ട്.